ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എന്തിനെ കുറിച്ച് നമുക്ക് വാദോരാതെ സംസാരിക്കാൻ പറ്റണം. ഭൂമിയുടെ താഴെ നടക്കുന്ന എന്തിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം, വിവരം ഉണ്ടായിരിക്കണം. ആ വിവരം നമ്മൾ പങ്കുവച്ചിരിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞതും പഠിപ്പിച്ചതും എൻ്റെ കാരണന്മാരാണ്. ഇന്നത്തെ ഈ വീഡിയോ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങാണ്. മുന്നേ ഉള്ള 2 കുട്ടികളുടെ പേരിൽ മൂത്ത ആളുടെ പേര് ഋഷിയേക്കലിടുന്നു, രണ്ടാമത്തെ ആളുടെ പേര് ആയുഷ് എന്നും ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു പേര് കണ്ടുപിടിക്കാൻ ഭയങ്കര ടൈറ്റായിരുന്നു. എന്തെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി കൊണ്ടുവരും വേണം, എന്നാൽ ആ സമയത്ത് അർത്ഥം ഉണ്ടായിരിക്കണം. പറഞ്ഞിരിക്കുന്ന സമയം കൊണ്ട് ചടങ്ങ് വന്നെത്തി അമ്മ കുഞ്ഞിനെ കൊണ്ടത് എൻ്റെ കയ്യിൽ തന്നു. ചുറ്റുമുള്ളവരെല്ലാവരും നോക്കി നിന്നു. ഞാൻ എന്ത് പേര് വിളിക്കും, എന്ത് സ്പെഷ്യലായിട്ടുള്ള നെയിം ഇടും, എന്തായിരിക്കും അതിൻ്റെ അർത്ഥം എന്നുള്ളതും എല്ലാം നോക്കിക്കൊണ്ട്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ അമ്മോട് ചോദിച്ചത് എന്തായിരുന്നു ആ പേര് എന്നാണ്. കാരണം എനിക്ക് പോലും ഓർമ്മയിൽ നിൽക്കണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഭൂമിക്ക് താഴെയുള്ള എല്ലാത്തിനെ കുറിച്ച് നമുക്ക് ഉത്തരം ഉണ്ടായിരിക്കണം, എല്ലാത്തിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ തന്നെ കണ്ടുപിടിച്ചൊരു പേര് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വരം ഒരു വലിയ നാണക്കേടുണ്ടോ. സോ ഞാൻ ഓർത്തു വെച്ച പേര് അവനെ വിളിക്കാൻ തീരുമാനിച്ചു. ഒരു ഒറ്റ ഫോട്ടോയും വീഡിയോയും പ്രോപ്പറായിട്ട് കിട്ടിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇളയ പുത്രൻ കുഞ്ഞൻ എല്ലാത്തിനും വട്ടം കയറി നിൽക്കുകയും അവൻ ഒരു ചേട്ടൻ്റെ കർത്തവ്യം ചെയ്യുന്നതാണ് സ്നേഹമുള്ളതുകൊണ്ട്. പക്ഷെ ഫോട്ടോസൊന്നും കറക്റ്റായിട്ട് കിട്ടിയില്ല. കാരണം അവനെന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, അവൻ കുഞ്ഞല്ലേ, 2.5 വയസ്സേ ആയിട്ടുള്ളൂ. അവനിതെല്ലാം ഒരു കൗതുകത്തിൻ്റെ പുറത്ത് നോക്കിക്കൊണ്ട് നിൽക്കണതാണ്. അവൻ ചേട്ടനായതിൻ്റെ സന്തോഷം അവന് വേറെയുണ്ട്. ചേട്ടൻ മാത്രമല്ല, അവൻ്റെ ഉത്തരവാദിത്തമുള്ള ഒരു ചേട്ടൻ കൂടിയാണ്. മുന്നേ 2 വട്ടം പേരുകൾ ചടങ്ങ് നടത്തി ഞാൻ അറിഞ്ഞാലും കിട്ടുകയാണെങ്കിലും എനിക്ക് എന്തെന്നില്ലാത്ത കൈവറയും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ തീരെ കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ ഇത്തിരി കഴിവ് തന്നെ വേണം. അത് ഞാനേ കണ്ടിട്ടുള്ളത് അമ്മമാരിലും പെങ്ങന്മാരിലുമാണ്. അവരത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് ഇന്നും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഈ ഒരു 3-4 കിലോ ഉള്ള ഈ ഒരു കുഞ്ഞു കുട്ടീനെ നമ്മൾ പിടിക്കുമ്പോൾ അവരെങ്ങനെ നമുക്ക് കംഫർട്ടായിട്ട് പിടിക്കാനുണ്ടെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. എന്നാൽ അത് അമ്മമാരല്ലെങ്കിൽ പറഞ്ഞ സ്ത്രീകളാരെങ്കിലും പിടിക്കുമ്പോൾ അവർ വളരെ ലൈറ്റായിട്ട് ലാഘവത്തോടുകൂടി അവരിയ്ക്കും. ഒടുവിൽ ആ സമയം വന്നെത്തി, കുഞ്ഞിനെ പേര് വിളിക്കാനുള്ള സമയം വന്നെത്തി. വീട്ടിലെ കൊണ്ടു എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, വലത് ചെവി പൊത്തിപ്പിടിച്ച് ഇടത് ചെവിയിൽ ശ്രീ പരമേശ്വര എന്ന് വിളിക്കാം. നമ്മുടെ ഹിന്ദു മിത്തോളജി പ്രകാരം നമ്മൾ ആദ്യമായിട്ട് മഹാദേവന്റെ പേര് തന്നെ ഇടുന്നതാണ്. അപ്പോൾ അങ്ങനെ തന്നെ തീരുമാനിച്ച് ചെവി പൊത്തിപ്പിടിച്ചു. വലത് ചെവി ആദ്യം പൊത്തിപ്പിടിച്ച് ഇടത് ചെവി നോക്കി എൻ്റെ ചുണ്ട് ലക്ഷ്യമായി നീങ്ങി. അപ്പോഴാണ് പറഞ്ഞത് വലത് ചെവി അല്ല, ഇടത് ചെവി ആദ്യം വേണ്ടത്. പിന്നീട് ഇടത് ചെവിയിലേക്ക് മാറ്റി വെച്ചപ്പോഴേക്കും കുഞ്ഞിനവിടെ നെത്തി വന്ന് അലമ്പുണ്ടാക്കി. ഞാൻ എന്താണോ കാണിക്കുന്നത് അത് തന്നെ കാണിക്കാൻ വന്നതാണ്. അങ്ങനെ അവൻ്റെ ചെവിയിൽ ഞാൻ ആദ്യമായി വിളിച്ചു, ശ്രീ പരമേശ്വര, ശ്രീ പരമേശ്വര, ശ്രീ പരമേശ്വര. ഇനി മറു ചെവിയിൽ യഥാർത്ഥ നാമം വിളിക്കണം. യഥാർത്ഥ നാമം എന്തായിരുന്നു, അതെന്തായിരുന്നു, അതെ ഞാനത് മറന്നിരിക്കുന്നു. അതെന്തായിരുന്നു ആ പേര്? ഞാൻ വീണ്ടും വീണ്ടും അമ്മൂനോട് ചോദിക്കണതാണ്. ഇപ്പുറത്തെ ഇതിലേക്ക് മാറ്റി വയ്ക്കി ഞാൻ ആലോചിക്കാനുള്ള സമയം എടുക്കുകയാണ്. പിന്നീട് വയറിലൊരു ഉമ്മയും കൊടുത്തോണ്ട് ഞാൻ വിളിച്ചു, ദീക്ഷിത് റിഷ്വാൻ, ദീക്ഷിത് റിഷ്വാൻ, ദീക്ഷിത് റിഷ്വാൻ. ഭയങ്കര സിമ്പിളായിട്ടുള്ള പേരല്ലേ. ചുറ്റും നിൽക്കുന്ന അമ്മമാരും അമ്മായിമാരും അമ്മമ്മമാരും എല്ലാവരും വീണ്ടും വീണ്ടും ചോദിച്ചു, എന്താ വിളിച്ചത്, എന്തായിരുന്നു പേര്? ദീക്ഷിത് റിഷ്വാൻ. ആർക്കും അങ്ങനെ പെട്ടെന്ന് ഓർത്തെടുക്കാനും പറ്റില്ല, പെട്ടെന്ന് പറയാനും പറ്റില്ല. അവനെ അങ്ങനെ ആരും പെട്ടെന്ന് പെടുത്താനും പറ്റില്ല. പേര് പറഞ്ഞെങ്കിൽ കുറച്ച് പാടാണേ. എന്നിരുന്നൊക്കെ പറഞ്ഞാലും പേരിന് യഥാർത്ഥ അർത്ഥവും ഉണ്ട്, യഥാർത്ഥ മീനിങ്ങും എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിലോ യൂട്യൂബിലോ അല്ലെങ്കിൽ ചാറ്റ് ജിപിറ്റിയിലോ അടിച്ച് അതിൻ്റെ അർത്ഥം നോക്കിയതേ, എന്നിട്ട് താഴത്തുനിന്ന് കമൻറ്റ് ചെയ്തേരെ. പിന്നീട് അരച്ചു വെച്ച തേനും വയമ്പും അവൻ്റെ നാവിൽ തൊട്ട് കൊടുത്തു. തേനും വയമ്പും ആണെങ്കിലും വയമ്പിന് നല്ല എരിവായതുകൊണ്ട് അധികം തൊടാനും പറ്റില്ല. അത്യാവശ്യം നല്ല എരിവുണ്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി. ചെറുതായിട്ട് അവൻ നാക്ക് നീട്ടുന്നുണ്ടായിരുന്നെങ്കിലും തേൻ കൂടുതൽ കൊടുക്കാൻ ഞാൻ ശ്രമിച്ചു. ഞാൻ എങ്ങനെ ഏറ്റവും കുറഞ്ഞ അളവിൽ സാധനം അവന് വായിലേക്ക് വെക്കാൻ നോക്കുമ്പോൾ കുഞ്ഞാനത് നല്ല അളവിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ നോക്കണ്ടായിരുന്നു. ആകെ ബുദ്ധിമുട്ടായിട്ടാണ് അവൻ ചെറിയ കരച്ചിലൊക്കെ തുടങ്ങിയായിരുന്നു. ചെറിയൊരു പൊട്ടും വച്ചു കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു, കുഞ്ഞാവനെ എടുത്തോ. അപ്പോഴാണ് പറഞ്ഞത് സ്വർണ്ണൊടിയിൽ ചടങ്ങുണ്ടെന്ന്. സ്വർണ്ണൊടിയിൽ ഒരു ചടങ്ങായിട്ട് നടത്തേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞു. പിന്നെ ഈ പഴയ കാരണന്മാർ പറയുമ്പോൾ എന്താ ചെയ്യുക, സ്വർണത്തിൻ്റെ അരഞ്ഞാണോ സ്വർണത്തിൻ്റെ മാലയും ഏകദേശം 1.5 ലക്ഷം രൂപയുടെ മുതലാണ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തെങ്കിലും ആവട്ടെ, അത് മേടിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇവനെ കൊണ്ടേ കിടത്തി ഉറക്കി പോകുന്ന ഞാൻ പറഞ്ഞു. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കയ്യിലിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. നമ്മളെടുത്തിട്ട് ശരിയായില്ലെങ്കിലോ, നമ്മളെടുക്കണത് ശരിയല്ലെങ്കിലോ, കഴുത്തിന് സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലോ, കഴുത്ത് ഇടറിയാലോ താഴേക്ക് പോയാലോ എന്നുള്ളൊരു പേടിയൊക്കെയാണ്. കാര്യം 3-4 കിലോ 2-3 കിലോ വെയിറ്റ് ഉള്ളെങ്കിലും ഒരു
തീരെ പൊടി കുഞ്ഞല്ലേ, ഒരു ജീവനല്ലേ. ഞാനതുകൊണ്ട് പരമാവധി ഇറുക്കി ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ പറയേണ്ട ഒരു കാര്യമുണ്ട്. ശരിക്കും ഈ വീഡിയോസ് കാണുമ്പോൾ ഈവിളിൻ്റെ നോട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചടങ്ങ് നടന്നതിന് ശേഷം അന്ന് വൈകുന്നേരമായപ്പോഴത്തേക്കും കുഞ്ഞിന് നല്ല പനിയും ദേഹാസ്വസ്ഥയും വന്നു. നേരെ ആശുപത്രി കൊണ്ടുകൊണ്ടുവന്നു. ഇന്നിപ്പോൾ 2 ദിവസമായി. 2 ദിവസമായിട്ടും പനി കുറവില്ല, ചുമ തുടങ്ങി, ജലദോഷം തുടങ്ങി. ആകെ 57-58 ദിവസമായ കുഞ്ഞിന് മരുന്ന് കൂടെ കൊണ്ടുവന്നു. ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. പക്ഷേ എൻ്റെ കുട്ടിക്ക് വരെ ഇതൊന്നുമല്ല കേട്ടോ. കാരണം മൂത്ത ആൾക്ക് ചുമയും രണ്ടാമത്തെ ആൾക്ക് ജലദോഷം ഉണ്ടായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് ഇന്നിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടും ആൾക്ക് പനിയാണ്. ബാക്കി പിന്നെ പറയാം. അപ്പോൾ ഓക്കെ, ബൈ.